അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം വ്യോമതാവളത്തിന്റെ നിയന്ത്രണം സ്വന്തമാക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി വിലപ്പോയി. ബഗ്രാം താവളം അമേരിക്കയ്ക്ക് വേണം എന്നും തന്നില്ലെങ്കിൽ മോശം കാര്യങ്ങൾ സംഭവിക്കും എന്നുമായിരുന്നു ട്രംപിന്റെ ഭീഷണി. അഫ്ഗാനിലെ ഒരിഞ്ച് ഭൂമി പോലും കിട്ടില്ല എന്ന് താലിബാൻ ഭരണകൂടം വ്യക്തമാക്കുകയും ചെയ്തു. ഗരൂരിൽ ടിവികെ നടത്തിയ പരിപാടിയിൽ തിക്കും തിരക്കിലും നിരവധി പേര് മരിച്ച സംഭവത്തിൽ വിജയ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചേക്കും. സ്വതന്ത്രമായ അന്വേഷണം വേണം എന്നാവശ്യപ്പെടുമെന്ന് റിപ്പോർട്ട്. സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച പിന്നാലെ നിയമവിദഗ്ധരുമായി ആലോചിച്ച ശേഷമാണ് വിജയുടെ നീക്കം. മാത്രമല്ല, സംസ്ഥാന പര്യടനം താൽക്കാലികമായി നിർത്തിവെക്കാനും തീരുമാനിച്ചു. 40 പേരുടെ മരണത്തിനിടയാക്കിയ കരൂർ ദുരന്തത്തിൽ തമിഴക വെട്ടിക്കഴകം നേതാവും സിനിമ താരവുമായ വിജയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. അപകടത്തിന്റെ പൂർണ്ണുത്തരവാദിത്തം വിജയ്ക്കാണെന്നും ഉടൻ തന്നെ താരത്തെ അറസ്റ്റ് ചെയ്യണമെന്നും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടു. സമൂഹമാധ്യമങ്ങളിലും നടനെതിരെ ശക്തമായ അമർഷം പുകയുന്നു. രാജ്യത്തെ നടുക്കിയ കരൂർ തമിഴക വെട്ടിക്കഴകം റാലിയിലെ മഹാദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 39 ആയി. 17 സ്ത്രീകളും 9 കുട്ടികളും അടക്കമുള്ളവരാണ് മരിച്ചത്. നിലവിൽ 111 പേർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇതിൽ 10 പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട്. ദുരന്തത്തിനിടെ നിരവധി പേരെ കാണാതായതായും റിപ്പോർട്ടിൽ പറയുന്നു. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന സൂപ്പർസ്റ്റാറുകളിൽ ഒരാളാണ് ആരാധകർ സ്നേഹത്തോടെ ദളപതി എന്ന് വിളിക്കുന്ന വിജയ്. ഒരു സിനിമയിൽ നിന്ന് ഏകദേശം 100 കോടി രൂപ മുതൽ 150 കോടി വരെയാണ് വിജയ് സമ്പാദിക്കുന്നത്. വിലയേറിയ ആഡംബര കാറുകൾ, കടൽത്തീരത്തെ കൊട്ടാര സമാനമായ ആഡംബര വസതി എന്നിങ്ങനെ കണക്കില്ലാത്ത സ്വത്തിന്റെ ഉടമയും കൂടിയാണ് ഇദ്ദേഹം. ഇതുകൂടാതെയാണ് വലിയ ബ്രാൻഡുകളുടെ പരസ്യങ്ങളിൽ നിന്നുള്ള വരുമാനവും. തമിഴ്നാട്ടിലെ കരൂരിൽ 40 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവം ജഡ്ജി അരുണ ജഗദീശൻ അന്വേഷിക്കുമെന്ന് തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാജ്യത്തെ നടുക്കിയ വൻ ദുരന്തത്തിലേക്ക് നയിച്ച കാരണങ്ങളും സുരക്ഷാ വീഴ്ചയും അരുണ ജഗദീശന്റെ നേതൃത്വത്തിലുള്ള ഏകാംഗ കമ്മീഷൻ സമഗ്രമായി പരിശോധിക്കും. തമിഴ്നാട് മുഖ്യമന്ത്രിയും ഡിഎംകെ അധ്യക്ഷനുമായ എം.കെ. സ്റ്റാലിനെ പോലും ഞെട്ടിച്ച ആൾക്കൂട്ട റാലികളുടെയും ദളപതിയായി മാറിയ വിജയ്ക്ക് കരൂർ റാലിയുടെ ചോരക്കറയിൽ നിന്ന് രക്ഷപ്പെടാനാവുമോ? ഒടുവിലത്തെ റിപ്പോർട്ടുകൾ വരുമ്പോൾ റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 40-ലധികം ജീവനുകളാണ് പൊലിഞ്ഞത്. വിജയ് നയിച്ച പ്രചാരണ റാലിക്കിടെയുണ്ടായ വൻ ദുരന്തം അപ്രതീക്ഷിതമല്ല. മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നിട്ടും അവഗണിച്ചതിന്റെ അനന്തരഫലം. യാതൊരു സുരക്ഷാ നിയമങ്ങളും പാലിക്കാതെയാണ് വിജയ് നയിച്ച റാലികളിൽ കിലോമീറ്ററുകളോളം ആളുകളുടെ തിരക്ക് അനുഭവപ്പെട്ടത്. രാഷ്ട്രീയ പാർട്ടിയോടുള്ള അനുഭാവം എന്നതിലുപരി തങ്ങൾ ആരാധിക്കുന്ന താരത്തെ കാണാനും ഒന്ന് തൊടാനും പറ്റുമെങ്കിൽ ഒരുമിച്ച് നിന്ന് ഒരു ഫോട്ടോ എടുക്കാനുമുള്ള ആഗ്രഹമാണ് ജനക്കൂട്ടത്തിനുണ്ടായിരുന്നത്. ബിഗ് ബോസിൽ ജിസേൽ ഉള്ളതുകൊണ്ടാണ് ആര്യൻ എന്ന മത്സരാർത്ഥി ജീവിച്ചു പോകുന്നതെന്ന് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ ഹനാൻ. ബിഗ് ബോസ് മലയാളം സീസൺ 5-ലെ വൈൽഡ് കാർഡ് എൻട്രിയായിരുന്നു ഹനാൻ. ജിസേൽ എന്ന വ്യക്തി അവിടെ ഇല്ലായിരുന്നെങ്കിൽ ആര്യന് അപ്രത്യക്ഷമായി പോയേ. അല്ലാതെ ഈ അമൂൽ ബേബിയെ ഒക്കെ ആരാണ് അവിടെ നിലനിർത്തുക എന്നും ഹനാൻ ചോദിച്ചു. അഭിനയത്തിലും നൃത്തത്തിലും ഒരുപോലെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള കലാകാരിയാണ് ദേവിചന്ദ്. യൂട്യൂബിൽ ലക്ഷത്തിലേറെ ഫോളോവേഴ്സുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് ദേവിചന്ദ്.